ധാർമ്മികത എന്നൊരു വാക്കിനോട് CPM വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തെളിവ്. ഇപ്പോൾ 2022 അദ്ദേഹം രാജിവെച്ചതിനേക്കാൾ സീരിയസാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് റിപ്പോർട്ട് എഴുതി വാങ്ങി ആണ് സജി ചെറിയാനെ വീണ്ടും ക്യാബിനറ്റിലെടുത്തത്. ഇപ്പോൾ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് അന്വേഷണം തൃപ്തികരമല്ല. വളരെ സീനിയറായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്, ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ ക്യാബിനറ്റിന് താഴെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെട്ട ക്യാബിനറ്റിലെ അംഗമാണ് സജി ചെറിയാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കീഴുദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുമ്പോൾ അവിടെയാണ് ധാർമ്മികതയുടെ ഏറ്റവും വലിയ ഒരു കാര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ അടിയന്തരമായിട്ട് മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തി ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിച്ച് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കും. അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് വന്നാലും ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. പക്ഷേ കോടതിയിൽ നിന്ന് ഒരു പ്രതികൂല പരാമർശം വന്നാൽ മന്ത്രിസ്ഥാനം മാത്രമല്ല MLA സ്ഥാനവും പോവും. കാരണം MLA ആണെങ്കിലും പഞ്ചായത്ത് മെമ്പറാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന തൊട്ടാണ് സത്യം ചെയ്യുന്നത്. ആ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും ആയിട്ട് വിശേഷിപ്പിച്ച സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് രാജിവെച്ചാൽ ഒരു മാന്യമായിട്ട് പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ നാണം കെട്ട് പോകേണ്ടി വരും. അല്ല, പോലീസ് ആരെക്കുറിച്ച് അന്വേഷിക്കുന്ന DGPനെ കുറിച്ചല്ലല്ലോ. പോലീസ് അന്വേഷിക്കുന്ന സജി ചെറിയാൻ്റെ പ്രസംഗത്തിനെ കുറിച്ചാണ്. ആ പ്രസംഗത്തിലാണ് അദ്ദേഹം തെറ്റ് ചെയ്തത്. അദ്ദേഹം ഏത് ഭരണഘടന തൊട്ടാണോ സത്യം ചെയ്തത് ആ ഭരണഘടനയെ അദ്ദേഹം തന്നെ ലംഘിച്ചിരിക്കുകയാണ്. അതാണ് ഭരണഘടന ഇംഗ്ലീഷുകാരൻ പോകുമ്പോൾ എഴുതി കൊടുത്തത് ഇന്ത്യക്കാർ ഒപ്പിട്ടു എന്നാണ് പറഞ്ഞത്. അത് രാജ്യദ്രോഹം കൂടിയാണ് സത്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനി അദ്ദേഹത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി കൂടുതൽ വഷളാവുകയാണ് അതിൻ്റെ അർത്ഥം. ഒരേ വിഷയത്തിൽ രണ്ട് രാജ്യം ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു തിരിച്ച് കയറാൻ? ആര് പറഞ്ഞു? പൂർണ്ണമായിട്ട് റിപ്പോർട്ട് കിട്ടിയോ? ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് കീഴ്ക്കോടതിയുടെ ഒരു അനുകൂലമായിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മജിസ്ട്രേറ്റ് പറഞ്ഞു വേണ്ട, നിങ്ങൾ ഇനി ധാർമ്മികതയുടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഉടനെ തിരിച്ചു കയറി. ഇപ്പോൾ കൊണ്ടു. അന്ന് തിരിച്ചു കയറാൻ ആരും പറഞ്ഞില്ലല്ലോ. അന്നേ ഞങ്ങളുടെ ഒബ്ജക്ഷൻ പറഞ്ഞാണ് പ്രതിപക്ഷം ഇത് കൂടുതൽ നാശത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ. അതുകൊണ്ട് ഇനി നാണം കെടാതെ മാന്യമായിട്ട് രാജിവെക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള സന്ദർഭമാണ്. അത് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ മോശപ്പെട്ട സ്ഥിതിയിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം വിട്ടു പോകേണ്ടി വരും. ഇല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന ആരാ? മുഖ്യമന്ത്രിയുടെ കീഴിൽ, ക്യാബിനറ്റിൻ്റെ കീഴിൽ ഒരു കീഴുദ്യോഗസ്ഥനാണോ മേലുദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അപ്പോൾ നാളെ DGPയെക്കുറിച്ച് അന്വേഷിക്കാൻ DIG മതിയോ? ഇപ്പോൾ ആ സ്ഥിതിയിലേക്കാണ്. നേരെ വെച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ ആ പ്രോട്ടോക്കോൾ ബാധകമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മന്ത്രിസ്ഥാനം ഒഴിയണമെന്ന് പറയാൻ കാരണം. അല്ല, അത് തന്നെയാണ് പറഞ്ഞത്, പൂർണ്ണ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധാർമ്മികതയിൽ നിന്ന് പാർട്ടി പൂർണ്ണമായിട്ടും വിട പറഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് ധാർമ്മികത ഇല്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.